വെൽക്കം ടു മൈ ചാനൽ മാത്സ്. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് CBSEക്ക് ചോദിച്ചിട്ടുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. If root 5 tan theta is equal to 1, find the value cos square theta minus c square theta divided by cos square theta plus c square theta. നമുക്ക് ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് cos square theta അതിനും sec square theta ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് tan theta വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. tan theta is equal to 1 by root 5 അല്ലേ? ഓക്കെ, ഇത് tan theta എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? tan theta ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് പിക്ചർ നോക്കാം. ഇവിടെ തീറ്റ കൊടുക്കാം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? ഇത് 90 ഡിഗ്രി ആണ്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന BC ആണ്. അത് 1 കൊടുക്കാം. പിന്നെ അഡ്ജസൻറ്റ് സൈഡ് √5 ആണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അത് നമുക്ക് √5 എന്നും കൊടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? AC തന്നിട്ടില്ല. നമുക്ക് AC എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. പൈതഗോറസ് തിയറം എന്താണ്? AC സ്ക്വയർ ഈസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. ഇത് മനസ്സിലായല്ലോ? BC സ്ക്വയർ എന്താണ്? 1 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. AB എന്ന് പറഞ്ഞാൽ ഏതാണ്? √5 ദ ഹോൾ സ്ക്വയർ അല്ലേ? √5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 പ്ലസ് 5 ഈക്വൽ ടു 6. അപ്പം AC സ്ക്വയർ 6 ആണെങ്കിൽ AC എന്താവും? √6 അല്ലേ? √6. ഇത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ACയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഏതാണ്? √6. നമുക്ക് 3 സൈഡ് നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു. 3 സൈഡ് ഏതാണ്? AB എന്ന് പറയുമ്പോൾ നമുക്ക് √5 കിട്ടി. BC എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടി. AC എന്ന് പറയുമ്പോൾ നമുക്ക് √6 കിട്ടി. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ 3ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. കോസീക്ക് ഇവിടെ പറഞ്ഞ കോസീക് സ്ക്വയറും സീക്വയറിനെയും കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ കോസിക് തീറ്റ എന്താന്ന് നോക്കാം. നമുക്കറിയാം കോസിക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്താണ്? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കണം. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ കോസിക് തീറ്റ വരുമ്പോ എന്താകും? പറഞ്ഞേ, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AC അല്ലേ? AC ബൈ ഓപ്പോസിറ്റ് സൈഡ്. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന BC ഈക്വൽ ടു AC എന്താണ്? √6. BC എന്ന് പറഞ്ഞാൽ 1. √6/1 എല്ലാവർക്കും അറിയാം, √6 ആണ് അല്ലേ? അപ്പൊ നമുക്ക് കോസീക്കിന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സീക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസിന്റെ റെസിപ്രോക്കൽ ആണ്. സീക്ക് കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഇതെന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് AC ബൈ അഡ്ജസൻറ്റ് സൈഡ് AB. അപ്പൊ എന്ത് വരും? AC എന്ന് പറഞ്ഞാൽ √6, അഡ്ജസൻറ്റ് സൈഡ് √5. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എളുപ്പമാണ്, വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്? കോസി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ. കോസി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസി സ്ക്വയർ തീറ്റ പ്ലസ് സി സ്ക്വയർ തീറ്റ. എങ്ങനെ വരും? കോസി സ്ക്വയർ തീറ്റയുടെ വാല്യൂ √6 ദ ഹോൾ സ്ക്വയർ. √6 ദ ഹോൾ സ്ക്വയർ മൈനസ് സീക് തീറ്റയുടെ വാല്യൂ √6 ഡിവൈഡഡ് ബൈ √5 ഡിവൈഡഡ് ബൈ കോസി സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയാണ്? √6 ദ ഹോൾ സ്ക്വയർ
പ്ലസ് സി സ്ക്വയർ തീറ്റ √6 ഡിവൈഡ് ബൈ √5 ദ ഹോൾ സ്ക്വയർ വരും അല്ലേ? മനസ്സിലായല്ലോ. കോസീക്കിന്റെ വാല്യൂ √6 ആണ്. കോസി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ √6 ദ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് സീക്കിന്റെ വാല്യൂ നമുക്ക് √5 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സി സ്ക്വയർ വരുമ്പോൾ √6 ദ സ്ക്വയർ ഡിവൈഡ് ബൈ √5 ദ സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെ. ഇനി √6ന്റെ സ്ക്വയർ വരുമ്പോ എത്രയാണ്? √6 ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6. പിന്നെ √6ന്റെ സ്ക്വയർ 6. √5ന്റെ സ്ക്വയർ 5. ഇനി √6ന്റെ എങ്ങനെയാന്ന് മനസ്സിലായ? √6ന്റെ സ്ക്വയർ √6 ഇൻറ്റു √6 റൂട്ട് പോകും. അപ്പൊ എന്താണ് 6. √6 സ്ക്വയർ 6 മൈനസ് 6 ഡിവൈഡ് ബൈ 5. നോക്കിയേ, നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ നമുക്ക് 5 ഇൻറ്റു 6 അതായത് 30 മൈനസ് 6 ഡിവൈഡ് ബൈ 30 പ്ലസ് 6. 30 മൈനസ് 6 പോയ 24 36. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 വെച്ചിട്ട് 4 വെച്ചിട്ട് ചെയ്യാം. 6 9. ഇനിയും ചെയ്യാം. നമുക്ക് 3 വെച്ചിട്ട് 2 3. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 2/3. ഓക്കെ, മനസ്സിലായോ? ഇത് ഒന്നുകൂടെ പറഞ്ഞു തരാം. വാല്യൂ ഇട്ടത് √6 ദ സ്ക്വയർ മൈനസ് √6 ബൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √6 ദ ഹോൾ സ്ക്വയർ പ്ലസ് √6 ഡിവൈഡഡ് ബൈ √5 ദ സ്ക്വയർ. അപ്പൊ ഇതിന് √6ന്റെ സ്ക്വയർ വരുമ്പോൾ 6. √6 ഡിവൈഡ് ബൈ √5 ആകുമ്പോൾ 6ന്റെ ഇത് 6 വരും. √5ന്റെ 5 വരും. ഇത് കണക്ക് തന്നെ 6 പ്ലസ് 6/5. ഇതിന്റെ LCM എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പൊ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ LCM വരുന്ന 5 ആണ്. അപ്പം 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 30 മൈനസ് 6 ഡിവൈഡ് ബൈ 30 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 2/3. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടവര് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും നന്ദി.